നമ്മളിപ്പോ ഈ സ്ഥലത്തെത്തി. നല്ല വൈബാണ് ഗൈസ്. ഇവിടെ കോടയൊക്കെ ഇറങ്ങിയിട്ട് എന്റെ മോനെ സീനായിട്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ് ഗൈസ്. അപ്പൊ ഞാൻ ഇന്ന് പാലക്കാടാണുള്ള. പാലക്കാട് ഇതാണ് ഗൈസ് നമ്മുടെ കോളേജ്. ഇവരെ ഫേസ് മാർക്കും വീഡിയോ എടുക്കാൻ കണ്ടോണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ് അപ്പൊ ഞാൻ ഇന്ന് എല്ലാ വാട്ടർഫാൾസ് വരെ പോവുകയാണ്. ഇവിടെ നല്ല പോണം. ഞാൻ ഇനി ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകും. അവിടെ നിന്ന് പിന്നെ വണ്ടിയിലാണ് പോകണം. ചെറുക്കൻ നമ്മൾ ഫോളോ ചെയ്ത് വരുവാണ് ഗൈസ്. അവൻ അറിയാന്നുള്ള ആരെങ്കിലും എങ്ങോട്ടെങ്കിലും പോകുമ്പോഴത്തേക്കും ഫോളോ ചെയ്ത് ബസ് സ്റ്റോപ്പ് വരുമായിരിക്കും ഗൈസ്. അതാണ് അവൻ്റെ ഒരു രീതി. ഗായ്സ് ഇപ്പോൾ നമ്മൾ സ്റ്റേഡിയം എത്തി. ഇനി ഇവിടെ നിന്ന് അടുത്ത ബസ് കയറി കടമ്പഴി പുറത്ത് പോകണം. അങ്ങനെ ഫൈനലി കടമ്പഴി പുറത്തോട്ടുള്ള ബസ്സിൽ കയറി ഗായ്സ്. അപ്പം നമുക്കിനി നേരെ കടമ്പഴി പുറത്തോട്ട് പോവാം. ഗായ്സ് ഈ പാലക്കാടിൻ്റെ പ്രത്യേകത തന്നെ മലകളാണ്. ഇവിടെ വന്നിട്ട് മിക്കവാറും എങ്ങോട്ട് നോക്കിയാലും മലകൾ കാണാൻ പറ്റും. അങ്ങനെ കടമ്പഴി പുറത്താറായപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തു തുടങ്ങി. ഗായ്സ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് എൻ്റെ ഒരു കൂട്ടുകാരൻ സിദ്ധാർത്ഥാണ്. അപ്പോഴത്തേക്ക് അവൻ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോഴായിട്ട് അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ എത്താമെന്ന് പറഞ്ഞു. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ് അന്തരീക്ഷമൊക്കെ തെളിഞ്ഞു വന്നു തുടങ്ങി ഗൈസ്. ഫൈനലി അങ്ങനെ സിദ്ധു എത്തി ഗൈസ്. ഇനി നമുക്ക് അല്ലേരോട്ട് പോവാം. അങ്ങനെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി അല്ലേരോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ് അങ്ങനെ മഴയൊക്കെ പെയ്തിട്ട് നമ്മളിപ്പോ റെയിൻ കോട്ടൊക്കെ ഇട്ട് സെറ്റ് ആയിരിക്കാണ്. ഇതാണ് ഗൈസ് സിദ്ധു. അതാണ് ഗൈസ് സിദ്ധുവിന്റെ ഫ്രണ്ട്സ്. അപ്പൊ ഇതാണ് ഗൈസ് സിദ്ധുവിന്റെ ഫ്രണ്ട്സ്. ഇതാ ഒരു ഹായ് പറടാ. എടാ ഇത് കശുവണ്ടി കൃഷിയാണെന്ന് തോന്നുന്നല്ലേ? ഇത് കശുവണ്ടി കൃഷിയാ. അതിന്റെ അപ്പുറത്ത് റബ്ബർ. അടിപൊളിയായിട്ടില്ലേ ഗൈസ്? അപ്പോൾ ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ വീണ്ടും പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അല്ലേയിലേക്കുള്ള അതിസാഹസികമായ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കല്ലടിക്കോടൻ മലനിരകൾ. അതിൽ മുകളിൽ ചെറുതായിട്ട് കോടയൊക്കെ വന്നിട്ടുണ്ട്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഫുൾ സാധനമല്ലേ ഗൈസ്? ഗൈസ് കാട്ടിൻ്റെ എന്ന് പറയാൻ അട്ടയുണ്ട്. ഒരു സേഫ്റ്റിക്ക് വേണ്ടി ലൈറ്റർ വാങ്ങാൻ വന്നപ്പോഴത്തേക്ക് ഒരു കിടിലം വ്യൂ ഉണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ താഴെ വെച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുകളിലോട്ടുള്ള വഴിയൊന്നും വണ്ടി കയറില്ല. കണ്ടോ ഗൈസ്, റോഡിലൂടെ കുത്തി ഒലിച്ച് വരുന്ന വെള്ളം. ഗൈസ് സിദ്ധുവിൻ്റെ കൂട്ടുകാരൻ നടന്നു വരികയാണ്. ഗൈസ് നമ്മളിപ്പോൾ ഓടിപ്പോവാണ് ഗൈസ്. ചെറുക്കേതാ റീലൊക്കെ എടുക്കുന്നുണ്ട്. സിദ്ധുവിൻ്റെ ഫ്രണ്ട് പേരെന്തായാലും സിദ്ധു ഗൈസ്. ഇടയിൽ വെച്ചിട്ട് നിറയെ നല്ല മഴയായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് ഫോണൊന്നും എടുക്കാതെ കുറേ വീഡിയോസൊക്കെ മിസ്സായി. അത് കണ്ടോ ഗൈസ്, അത് അപ്പുറത്തുള്ള മലയാണ്. എൻ്റെ മോനെ ഗൈസ് എന്നാ വ്യൂ ആണ് ഗൈസ്. പൊളി സാധനം, പൊളിയല്ലേ? അവിടെ കോടയൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഇവിടെ മരമൊക്കെ മുറിച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് മൊത്തം സീനായിട്ടിരിക്കുകയാണ്. അത് നല്ല രീതിയിൽ വഴുക്കലൊക്കെ ഉണ്ട്. തറ അങ്ങ് താഴെ കണ്ടോ ഗൈസ്, ഒരു ചെറിയ വീട്. അപ്പുറത്ത് വേറെയും ചെറിയൊരു വീടുണ്ട് ഗൈസ്. നമ്മളിങ്ങോട്ട് വന്ന വഴിക്ക് നമുക്ക് ഇവിടെ നിന്ന് 2 പുതിയ സുഹൃത്തുക്കളോട് കിട്ടി ഗൈസ്. ഇവർ രണ്ടുപേരെയും വഴിയിൽ വെച്ച് പരിചയപ്പെട്ടാണ് ഇവർ രണ്ടുപേരും. ഇങ്ങോട്ടൊക്കെ കോട വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മുകളിലോട്ടൊക്കെ ഗൈസ് കോട വന്നിട്ട് പോണതാ, അല്ല കോട വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, ഇവിടെ നിറയെ ഈ പിങ്ക് പോലത്തെ ഒരു ടൈപ്പ് പൂവൊക്കെ പൂത്തിട്ട് നല്ല വൈബായിട്ടുണ്ട്. മഴ പെയ്തിട്ട് വെള്ളം ഒലിച്ചു വരുന്നത്. വെള്ളം ഇതുവഴി ഒലിച്ചു വന്നിട്ട് നേരെ താഴോട്ട് പോകും. അവിടെ അത് കണ്ടോ ഗൈസ്, അത് വേറെ വെള്ളച്ചാട്ടത്തിന്റെ പാർട്ടാണ്. വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു സൗണ്ട് അടിപൊളിയായിട്ടില്ലേ ഗൈസ്? ഇവിടെ നിറയെ പിങ്ക് പൂ. കാപ്പി കൃഷിയുണ്ട് ഗൈസ്. കാപ്പി, കൊക്കോ, കുരുമുളക്, അങ്ങനെയുള്ള സാധനം. ഇവിടെ എവിടെയായിട്ട് ഇതേപോലെ തേങ്ങകൾ നിറയെ കിടപ്പുണ്ട്. തേങ്ങയൊന്നും ആർക്കും വേണ്ട ഗൈസ്. ഇവിടെ ചുമ്മാ താഴെ കിടപ്പുണ്ട്. സാഹസികമായ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് ഗൈസ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ ചർക്കലുണ്ട്. ഇന്നലെ കാഫിനല്ലേ അല്ല ലെഗിനല്ലേ കളിച്ച എൻ്റെ ചെറിയൊരു വിഷമമുണ്ട് ചെറുക്കന്. ഞാൻ പിന്നെ ഇന്നലെ ഇവിടെ പറഞ്ഞുകൊണ്ട് ജിമ്മിൽ പോയില്ല ഗൈസ്.
ഇത് കണ്ടോ കേസ്, ഇവിടെ കുത്തനെയുള്ള കയറ്റങ്ങളൊക്കെയാണ് ഗൈസ്. ഈ കാട്ടിനകത്ത് റിസോർട്ടൊക്കെ ഉണ്ട് കേസ്. അത് കണ്ടോ, റിസോർട്ടുകളാണ്. ഇത് റിസോർട്ടിന്റെ ഭാഗമാണ്. കണ്ടോ കേസ്, ഒരു മരമൊക്കെ വീണ്ടും മരം സെറ്റ് ആയിട്ടില്ല, മരത്തിന്റെ പേര്. കണ്ടോ കേസ്, അവിടെ നിന്ന് കോട ഇങ്ങനെ വരുന്നുണ്ടോ, അവിടെ കോട കണ്ടോ കേസ് അവിടെ. ഗൈസ് ഇപ്പൊ നമ്മളിപ്പോ നല്ല രീതിയിൽ നടന്ന് തളർന്നു ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, ഇവിടെയും ആ പിങ്ക് കളർ പൂ, എന്റെ പേരെന്താണെന്ന് അറിഞ്ഞോട്ടോ, ആ പേരറിയുന്നുള്ളൊരു കമന്റ് ചെയ്തോ ഗൈസ്. അത് കണ്ടോ ഗൈസ്, അവിടെ ഒരു മല. ഗൈസ് ഇവിടെ മൊത്തത്തിൽ അടിപൊളി അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്, കൂടുതൽ സ്ഥലങ്ങൾ, നല്ല വൈബാണ്. ജാതിക്കത്തോട്ടം കണ്ടുപിടിച്ച് ഗൈസ്, ഇവിടെ ഒരു ജാതിക്കത്തോട്ടം ഉണ്ട് ഗൈസ്. ഈ കാട്ടിൻ്റെ അകത്തും അവിടത്തെ ഉള്ള പോലത്തെ ഈ മഞ്ഞപ്പൂള ചെടിയൊക്കെ ഉണ്ട് ഗൈസ്. ഇതാ സൂര്യകാന്തി അല്ല, ഇത് ചെറിയ സൂര്യകാന്തിയാണ് ഗൈസ്. ചെറുക്കൻ പറഞ്ഞ ഇൻഫർമേഷനാണ്, ന്യൂ നോളജ് ഗൈസ്. ഈ കാട്ടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ വേറൊരു വൈബാണ്. അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ലോകമാണ് ഗൈസ്. ഇവിടെ DJ പാർട്ടിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, നമുക്ക് കേൾക്കാം ഗൈസ്. ഗൈസ് ഇവിടെയൊക്കെ അട്ടയുണ്ട്, സൂക്ഷിച്ചൊക്കെ വേണം പോകാൻ നമുക്ക്. അത് DJ പാർട്ടി അല്ല ഗൈസ്, വീട്ടിൽ പാട്ടിട്ടിരിക്കുന്നതാണ്. സോറി ഗൈസ്. ഇതൊക്കെ ജാതിക്കാത്തോട്ടമാണ്. ജാതി, പിന്നെ ഇത് കൊക്കോ, അങ്ങനെയുള്ള കിടിലം ധാന്യം വിളയുന്ന പുണ്യനിലമാണ് ഗൈസ് ഇത്. അവരുടെ വീടും ഫാം ഹൗസും അങ്ങനെ എന്തൊക്കെ സെറ്റപ്പാണ് ഗൈസ്. ഈ കാട്ടിനകത്തും ഈ പോസ്റ്റൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ ഈ JCB-കാരന്മാരെ സമ്മതിക്കണം കേട്ടോ. നമുക്ക് മുന്നേ ഇവിടെ ഏതൊരു ആന വന്നിട്ട് മറിച്ചിട്ടാണ് ഈ കവുങ്ങ്. നമ്മളിത് ഏതാണ്ട് അടുത്തെത്താറായെന്ന് തോന്നുന്നു വെള്ളച്ചാട്ടത്തിന്റെ. ഒരു നല്ല സൗണ്ട് ഉണ്ട് ഗൈസ് വെള്ളച്ചാട്ടത്തിന്. ഇവിടെയൊക്കെ പോസ്റ്റൊക്കെ ഒടിഞ്ഞിട്ട് കമ്പിയൊക്കെ താഴെ കൂടെ കിടപ്പുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ അതിസാഹസികമായി ഉൾക്കാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം നല്ല ടാസ്ക് ആയിട്ടുള്ള വഴികളാണ്. വള്ളിയൊക്കെ പിടിച്ചു കിടക്കണ ഒരു പാറ, ചെറിയ ചെറിയ വഴികളാണ് ഗൈസ്. ഇനി അങ്ങോട്ടുള്ളതല്ല അടിപൊളിയായിട്ടുള്ള വൈബ് സ്പോട്ടാണ് ഗൈസ് ഇത്. ഗൈസ് ഇവിടെ കാടൊക്കെ നല്ല രീതിയിൽ ഇരുണ്ടിട്ടാണ് കിടക്കണം. നല്ല ഒരു എന്താ പറയാ, രാത്രിയിൽ ഒരു വൈബായി തുടങ്ങി. പക്ഷെ ഇപ്പൊ ഉച്ച ആയതേ ഉള്ളൂ ഗൈസ്. ആ മല കണ്ടോ ഗൈസ്, പൊളിയല്ലേ, എയറിലിരിക്കും പോലെ ഇരിക്കണം. ഇമാതിരിയുള്ള വഴിയാണ് ഗൈസ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കണം. ഇപ്പൊ അത്യാവശ്യം മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. മുകളിൽ കണ്ട ഗൈസ്, കോടയൊക്കെ ഇറങ്ങി വൈബായി. അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ മഴ കൂടുതലാണെങ്കിൽ നമ്മൾ ഫോൺ എടുക്കുന്നതായിരിക്കും ഇതില്ല, ചുമ്മാ വെള്ളം നനച്ച് പണിയാകണം. എന്തിനാണ് ഗൈസ്, പാറയുടെ വേറൊരു വശമാണ് ഗൈസ് നമ്മൾ അപ്പുറത്ത് നിന്ന് കണ്ടത്. കണ്ടോ ഗൈസ്, കുറച്ച് പാറകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കണത്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ താഴെ വരണം. അങ്ങോട്ട് പോവല്ലേ, ഇതിപ്പോ നമ്മളിപ്പോ ഈ സ്ഥലത്തെത്തി. നല്ല വൈബാണ് ഗൈസ്. ഇവിടെ കോടയൊക്കെ ഇറങ്ങിയിട്ട് എന്റെ മോനെ സീനായിട്ടിരിക്കുകയാണ്. അടിപൊളി ചേട്ടാ, നിങ്ങളെ പേരെന്ത് വരുന്നത്? റഫാൻ. ചെറുക്കെ തണുക്കുകയാണ്, ചെറുക്കെ തണുത്ത് ഇറക്കുകയാണ്. മഴയുടെ അന്തരീക്ഷമായിരുന്നു ഇവിടെ നല്ല രീതിയിലുള്ള ഈ വെള്ളം ഉണ്ടായി. ഇവിടെ മഴ കാണത്തോണ്ട് നമുക്കിനി കുറച്ച് കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ നമ്മളിപ്പോ തന്നെ വെള്ളച്ചാറിന്റെ ടാറ്റ പറഞ്ഞു പോവാണ് ഗൈസ്. ഗൈസ് മഴ കാരണം നല്ല രീതിയിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളിപ്പോ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മഴ കൂടിയിട്ട് നല്ല രീതിയിൽ വെള്ളം കൂടിയിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് കിടിലായിരുന്നു. ഒന്നും പറയില്ല, കിടിലം വെള്ളച്ചാട്ടമായിരുന്നു. അങ്ങ് കോടയൊക്കെ ഇറങ്ങി തുടങ്ങി. ഇടയ്ക്ക് ഇതേപോലെ കുറെ പാറകളൊക്കെ ഉണ്ട്, പക്ഷെ ഇത് പുല്ലില്ലാത്ത പാറകളൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ അത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരു ആന ഇരിക്കും പോലത്തെ ഒരു വൈബുണ്ട്. ഇവിടെ കണ്ട കേസ്, ഇത് പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഗേറ്റാണ്. ഫാം ഹൗസ്, റിസോർട്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുള്ളതുകൊണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ ഇങ്ങനെ വെട്ടിവിടാറ്. അവിടെ വെച്ചിട്ടൊരു ചേട്ടനെ കണ്ടത്. അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു ഉച്ച കഴിഞ്ഞാൽ 4 മണി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. സംഭവം പറഞ്ഞാൽ മഴ പെയ്തിട്ട് നിറയെ വെള്ളം വരും, പിന്നെ ഇങ്ങോട്ട് കിടക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ അടുത്ത് ഓരോരുത്തരുടെ കാലിലും അട്ടകൾ നിറയെ കടിച്ചിട്ടുണ്ട്. അട്ട കടിച്ചിട്ട് ഒരു വഴിയായിട്ടുണ്ട്. എന്റെ കാലിലും കടിച്ചു കേസ്. ഇവിടുത്തെ ബ്ലഡ് പറഞ്ഞില്ലേ, ഇത് അട്ട കടിച്ചാണ്. എന്റെ കാലിൽ ഒരു അട്ട കടിച്ചിരിക്കുകയുണ്ട്.
പോയാ അത് കുറച്ച് ചോര പിടിച്ചിട്ടാണോ? ഇത് കണ്ടോ ഗേസ്, ചോര അട്ട കടിച്ചിട്ടുള്ള. ഇതാണ് അട്ട. ഇത് കണ്ടോ ഗേസ്, കോട ഇറങ്ങി പോണത് കണ്ടോ ഗേസ്, അടിപൊളിയായിട്ടില്ലേ? എൻ്റെ മോനെ സീന്. ഇത് കണ്ടോ ഗേസ്, ഇവിടെ നിറയെ കുരുമുളകൊക്കെ ഉണ്ട്. ഇതൊരു ജാതിക്ക മരമാണ്, ഒരു ചെറുതായിട്ട് ഒഴിയേറാണ് മഴ പെയ്തിട്ട്. ഇത് കണ്ടോ ഗേസ്, വൈകുന്നേരം ആയപ്പോഴത്തേക്കും കോട കയറുക. ഗേസ് നമ്മൾ നേരത്തെ കണ്ട പിങ്ക് പൂക്കൾ എന്തോ ഗേസ്, ഇത് വേറെ ഏതോ ഒരു പൂവാണ്. ഇവിടെ നിൽക്കുന്ന കുറേ കവുങ്ങുകൾക്ക് എന്തോ അസുഖം പിടിച്ചിട്ട് അതിൻ്റെ മണ്ടയൊക്കെ പോയി ഗേസ്. ലൈൻ കമ്പിയിൽ വീണില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മരം കണ്ടോ ഗേസ്. ഈ താഴോട്ട് വഴി ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ റബ്ബർ കൃഷിയാണ്. ഇത് കണ്ടോ ഗേസ്, ഇവിടുത്തെ മലയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ കോട കൊണ്ടൊക്കെ മൂടിയിട്ട് നൈസായി. നോക്കണം ഗേസ്, സോറി മല കണ്ടുകൂടാ, ആണ് മല കണ്ടോ ഗേസ്. അങ്ങ് കോടയൊക്കെ നിറഞ്ഞിട്ട് കിടിലായി. ഇതങ്ങനെ നമ്മളിപ്പോൾ വണ്ടിയൊക്കെ എടുത്തിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോഴത്തേക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.